അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു വസ്തു ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അനുവദിച്ചു തന്നാൽ, ഇബാഹത്താക്കി തന്നാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. നിങ്ങളത് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഒഴിവായി പോകുന്നില്ല. അതിനെ റദ്ദ് ചെയ്തുകൊണ്ട് അത് ക്യാൻസലാകുന്നില്ല. അതുപോട്ടെ, ഹിബത്ത് നൽകപ്പെടുന്ന വസ്തുവിൻ്റെ നിബന്ധന വിൽക്കാൻ പറ്റുന്ന വസ്തുവാകണം. മജ്ഹൂൽ ആയ വസ്തുവിന് സംഭാവന കൊടുക്കൽ, ഹിബത്ത് നൽകൽ സ്വഹിയല്ല. മജ്ഹൂൽ മഅലൂമാകണം. അപ്പോൾ മജ്ഹൂലായ സാധനത്തിന് തന്നെ സമ്മാനം കൊടുക്കുക, സ്വതക്ക ചെയ്യാം. പക്ഷെ എന്ത് പറ്റൂല? ഹിബത്ത് പറ്റൂല. ഷർത്തുൽ മൗഹൂബിൻ്റെ നിബന്ധന കൗനുഹു ഐനൻ യസിഹു ബൈഉഹ, വിൽപ്പന സാധുവാകുന്ന വസ്തുവായിരിക്കണമെന്നതാണ്. ഫലാ തസിഹു ഹിബത്തുൽ മജ്ഹൂലി, അപ്പോൾ മജ്ഹൂലിന് ഹിബത്ത് നൽകിയാൽ മതിയാവുന്നതല്ല. വഖദ് മറ കബൈഹി, മജ്ഹൂലായ സാധനം വിൽക്കാൻ പറ്റില്ലല്ലോ, മാറൂഫായിരിക്കണ്ടേ. വഖദ് മറ ആനിഫൻ ബയാൻ, അതിനെക്കുറിച്ചുള്ള വിശദീകരണം തൊട്ട് മുമ്പ് കഴിഞ്ഞു. ഖിലാഫി ഹദിയ്യതിഹി വ സദഖതിഹി, ഹദിയ്യയും സദഖയും അപ്രകാരമല്ല. സദഖ നൽകുന്നതും ഹദിയ്യ നൽകുന്നതും മജ്ഹൂലായ വസ്തുവാകാം. ഫതസിഹാനി ഫീ മസ്തദഹറു ഷെയ്ഖുന ലാഹിർ എന്ന് പറഞ്ഞത് പ്രകാരം അത് രണ്ടും സ്വഹീഹ് ആണ്. എൻ്റെ പെട്ടിയിലുള്ള സാധനമൊക്കെ ഞാൻ നിനക്ക് സ്വതക്ക നൽകിയെന്ന് പറയാൻ, പെട്ടിയിൽ എത്ര ഉള്ളത് എന്നറിയില്ല, മജ്ഹൂലാണെങ്കിലും പറ്റും. ഹിബത്ത് പറ്റൂല. ഹിബത്തും ഹദിയയും സദഖയും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഹിബത്തൊക്കെ ആകുമ്പോൾ സീഗ വേണ്ടി വരും. ഹിബത്ത് തന്നു എന്നൊക്കെ പറയുന്ന മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തസീഹു ഹിബത്തുൽ മുഷായ്, പൊതുവായി കിടക്കുന്ന സമ്പത്തിന് ഹിബത്ത് നൽകാം. എൻ്റെതും വേറെ ആളതും കൂടിയിട്ട് പരന്ന് കിടക്കുന്ന സാധനമാണ്, അതാണ് മുഷായ്. കബൈഹി വിൽക്കാൻ പറ്റുമല്ലോ. വലവ് ഖബലൽ ഖിസ്മത്തി, ഓഹരി ചെയ്യുന്നതിന് മുമ്പും എനിക്കും നിങ്ങൾക്കും കൂടെ ഒരു കൂട്ടുസ്വത്തായി മുഷാ ആയി ഒരു 10 സെൻറ്റ് ഭൂമിയുണ്ട്, അതിൽ നിന്ന് 5 സെൻറ്റ് എനിക്ക് സംഭാവന നൽകാം, വിൽക്കാം. സവാൻ വഹബഹുൽ ശരീക്കി വൈരിഹി, അത് തൻ്റെ പാർട്ട്ണർക്ക് തന്നെ സംഭാവനയായി നൽകിയാലും പാർട്ട്ണർ അല്ലാത്ത പുറത്തുള്ള ഒരാൾക്ക് സംഭാവന നൽകിയാലും സ്വഹിയാകും. ശരീക്ക് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർ. വിൽക്കാൻ പറ്റുന്ന വസ്തുക്കളെയാണ് ഹിബത്ത് നൽകാൻ പറ്റുക എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ചില മസലകളിൽ വിൽക്കാൻ പറ്റില്ല, ഹിബത്ത് നൽകാൻ പറ്റും ചില സാധനങ്ങൾ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. വഖത്ത് തസിഹുൽ ഹിബത്തു ദൂനൽ ബൈ, ഹിബത്ത് സഹിയാകും, വിൽപ്പന സഹിയാകാത്ത ചില സന്ദർഭങ്ങൾ. ഉദാഹരണം ഹിബത്തി ഹബ്ബത്തൈ ബുർറിൻ വനഹവിഹിമാ മിനൽ മുഹഖറാത്തി, 2 മണി ഗോതമ്പ് മണി, ഗോതമ്പിൻ്റെ 2 മണി. ഹബ്ബത്ത് കാരണം ഒരു മണിക്കാണ് പറയാം, ഒരു ധാന്യം. ഹബ്ബത്തൈനി എന്നായിരുന്നു വാവത്ത് ചെയ്തപ്പോൾ നൂന് പോയതാണ്. ഗോതമ്പിൻ്റെ 2 മണി, അല്ലെങ്കിൽ അതുപോലത്തെ മിനൽ മുഹഖറാത്തി, നിസ്സാര വസ്തുക്കൾ. ഇത് വിൽക്കാൻ പറ്റില്ലല്ലോ, ഒരു വിലയുള്ള സാധനങ്ങളെ വിൽക്കാൻ പറ്റുള്ളൂ, പക്ഷേ ഹിബത്ത് കൊടുക്കാം. വജിൽദി നജസിൻ, നജസായ തോല് ഹിബത്ത് നൽകാം, വിൽക്കാൻ പറ്റില്ല. നജസ് വിൽക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ തനാക്കുലും ഫീ ഹിബത്ത്, ഈ വിഷയത്തിൽ റൗദയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും, തനാക്കുൽ പറഞ്ഞതാണ് സഹിയാകും സഹിയാവുല എന്ന 2 അഭിപ്രായങ്ങൾ റൗദയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ പ്രബലപ്പെടുത്തുന്നത് ഹിബത്ത് നൽകാം, വിൽക്കാൻ പറ്റില്ല എന്നാണ്. വഖദാ ദുഹ്നുൻ മുത്തനജ്ജിസുൻ, അല്ലെങ്കിൽ ദുഹ്നി മുത്തനജ്ജിസിൻ, നജസായ എണ്ണ വിൽക്കാൻ പറ്റില്ല, ഹിബത്ത് കൊടുക്കാം. ഇത് പഠിച്ചു വെക്കേണ്ട ഒരു മസല തന്നെയാണ്. നമ്മളെ വീട്ടിലെ ചാണം വിൽക്കാൻ പറ്റുമോ പറ്റൂലേ? ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ചാണം വിൽക്കാൻ പറ്റില്ല, പക്ഷേ ഹിബത്ത് കൊടുക്കാം. പൈസ കിട്ടില്ല കേട്ടോ. ഏതായാലും ഹിബത്തായാലും സ്വതക്കയായാലും
ഹദിയ ആണെങ്കിലും നൽകിയാൽ നിങ്ങളത് സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഹിബത്ത് സ്ഥിരപ്പെടുന്നതും ഉറക്കുന്നതും നിങ്ങളുടേതായി മാറുന്നതും. അതുകൊണ്ട് മാത്രം പോരാ. അതിനൊരു തെളിവും പറയുന്നുണ്ട്. തെൽസം അൽ ഹിബത്ത് സ്ഥിരപ്പെടും, ഉറക്കും. ബി ഹസല, അതിൻ്റെ 3 ഇനങ്ങൾ സഹിതം, സ്വതക്കയും ഹദിയയും. ബി ഖബദിൻ, ആർക്കാണോ നൽകിയത് അയാളത് ഏറ്റ് വാങ്ങൽ കൊണ്ട്. ഫലാ തൽസമു ബിൽ അഖദി, സീഗ കൊണ്ട് മാത്രം, തൊന്നു വാങ്ങി എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അത് ഉറക്കില്ല. ബൽ ബിൽ ഖബദി, ഖബദ് കൊണ്ട് മാത്രമേ ഉറക്കൂ. അലൽ ജദീദ്, ഷാഫിഈ ഇമാമിൻ്റെ ജദീദായ പ്രകാരം. ലി ഖബരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശി രാജാവിന് സമ്മാനമായി നൽകി 30 ഊഖിയ. 30 ഊഖിയ ഒരു വലിയ അളവാണ്, സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളിയുടെ. മിസ്ക് ഒരളവാണ്, 40 ദിർഹംസ് തൂക്കം വരുന്ന ഒരളവാണ് ഊഖിയ. മിസ്കാണ് നൽകിയത്. എത്ര ഉണ്ടാവൂലേ, 1 ഗ്രാം മിസ്കിന് തന്നെ ചിലപ്പോൾ ലക്ഷം വരെ ഉണ്ടാവും. അങ്ങനത്തെ 30 ഊഖിയ മിസ്കാണ് നൽകിയത്. ഫമാത്ത ഖബല യസ്ലിലേഹി, അത് അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് അദ്ദേഹം വഫാത്തായി. അപ്പോൾ ഖബദ് ഉണ്ടായില്ല. ആയതിനാൽ ഖസമഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ നിസാഇ, നബിൻ്റെ ഭാര്യമാർക്ക് നബി തങ്ങളത് ഓഹരി ചെയ്ത് കൊടുത്തു. ശരി, അപ്പോൾ ഹദിയൻ്റെ കാര്യമാണ്. വയഖാസുബിൽ ഹദിയത്തിൽ ബാക്കി, ഹദിയനോട് ബാക്കിയുള്ളതിനെയും ചേർക്കപ്പെടും. എങ്ങനെയാണ് ഖബദ് ചെയ്യേണ്ടത്? ഒന്നിരിക്കൽ വാഹിബ് തന്നെ ഖബദ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ എൻ്റെ സമ്മതത്തോടു കൂടെ മറ്റുള്ള ഒരാളെ അയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ എൻ്റെ വക്കീലിൻ്റെ സമ്മതത്തോടുകൂടെ. ഈ 3 രീതിയിലും പറ്റും. അപ്പം നിങ്ങളെ കയ്യിലുള്ള സാധനം നിങ്ങൾക്ക് ഇതിന് ഖബദ് ചെയ്യൽ എങ്ങനെ? എൻ്റെ സമ്മതം മതി. സമ്മതമില്ലാതെ മുന്നിൽ വെച്ച് കൊടുത്താൽ എന്താവില്ല? സമ്മതമില്ലാതെ മുന്നിൽ വെച്ച് കൊടുക്കൽ കൊണ്ട് മാത്രം എന്താവില്ല? അത് ഉറക്കൂല. അപ്പം ഞാൻ ഹദിയ കൊടുക്കുകയാണ്, ഇത് നിങ്ങൾക്കുള്ളതാണെന്നാണ് പറയണം, എനിക്ക് ഇത് ഉസ്താദ് എടുത്തോളി എന്ന് പറയാം. അങ്ങനെ സമ്മതമല്ലാതെ മുന്നിൽ വെച്ച് കൊടുത്തുകൊണ്ട് മാത്രം എന്താവില്ല? നമ്മൾ പല പ്രധാനികളായ ആൾക്കാരെ വീട്ടിലേക്കൊക്കെ നമ്മൾ പോകൂലേ? അപ്പോൾ പോകുമ്പോൾ നമ്മൾ സമ്മാനങ്ങൾ അവിടെയും ഇവിടെയും കൊണ്ടുവച്ചായിട്ട് പോരാൻ പറ്റില്ല. നമ്മൾ ടേബിളും പോലെ കയ്യിലൊന്നും ചിലപ്പോൾ കൊടുക്കണമെന്നില്ല, ചിലപ്പോൾ കയ്യിൽ കൊടുക്കും, ഒരു ഡ്രസ്സോ ഒരു പേനയോ ഒരത്രയൊക്കെ. അപ്പോൾ കയ്യിൽ കൊടുക്കാതെ നമ്മൾ മേശപ്പുറത്ത് വെച്ചാൽ എനിക്കത് എടുക്കാൻ പറ്റുമോ? നിങ്ങളെ സമ്മതമില്ലാതെ? എനിക്ക് അവകാശമല്ലല്ലോ എൻ്റെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ ആ സമ്മതം ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് എടുക്കണം, ഇത് അവിടുന്ന് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ മതി. പറയൽ നിർബന്ധമാണ്. അതങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. വൈന്നമായി എഴുത്തത് ബിൽ ഖബദ്, ഖബദ് വേണമെന്നത്, ഖബദ് പരിഗണിക്കപ്പെടും, ഖബദായിട്ട് എണ്ണും. ഇൻകാന ബി ഇഖ്ബാദിൽ വാഹിബി, നൽകിയ ആൾ ഖബദ് ചെയ്യിപ്പിക്കൽ കൊണ്ടാണെങ്കിൽ, ഔ ബി ഇതിനി, അല്ലെങ്കിൽ അയാളുടെ സമ്മതത്തോടു കൂടെ, ഔ ഇതിനി വക്കീലിഹി ഫിഹി, അല്ലെങ്കിൽ ഖബദ് ചെയ്യാനുള്ള വക്കീലിൻ്റെ സമ്മതത്തോടു കൂടെ. 3ഉം പറ്റും. വഹത്താജു ഇലാ ഇതിനിഹി ഫിഹി, അവൻ്റെ സമ്മതം ആവശ്യമാണ്. വൈങ്കാനൽ മൗഹൂബു ഫി യദിൽ മുത്തഹിബി, ഹിബത്ത് സ്വീകരിച്ച ആളുടെ കയ്യിലാണ് ഹിബത്ത് നൽകപ്പെട്ട വസ്തു എങ്കിലും സമ്മാനം ആവശ്യമാണ്. വലാക്കി ഫി ഹുനാൽ വദൂ ബൈന യദിൽ മുത്തഹിബി, മുത്തഹിബിൻ്റെ മുന്നിൽ വെച്ചാൽ മതിയാകില്ല. മുത്തഹിബ് എന്ന് പറഞ്ഞാൽ ഹിബത്ത് സ്വീകരിച്ച ആളെ മുന്നിൽ വെച്ചാൽ മതിയാവില്ല. ഇലാ ഇതിന് ബീഹി, സമ്മതം ഇല്ലാതെ. എന്തുകൊണ്ട്? ലിയന്ന ഖബലഹു ഗൈറു മുസ്തഹഖ്, അത് വാങ്ങുക എന്നുള്ളത് അയാൾക്ക് അവകാശമല്ല, അത് എടുക്കുക എന്നുള്ളത് അയാൾക്ക് അർഹതപ്പെട്ടതല്ല. ഫഅ്തുബിറഹഖുഹു, അപ്പോൾ എന്ത് ചെയ്യണം? ആ സമ്മതം ഉറപ്പുണ്ട് എന്നത്, ഉറപ്പുണ്ടാവണമെന്നതിനെ പരിഗണിക്കപ്പെട്ടു. അപ്പോൾ അത് സമ്മതം വേണമെന്ന് പറഞ്ഞു. ഇഖ്ലാഫിൽ ബി അങ്ങനെയല്ല, ഞാൻ നിങ്ങൾക്ക് വിറ്റു വാങ്ങി തരുന്ന സാധനം നിങ്ങൾ മുന്നിൽ തന്നെ വെച്ചാൽ മതി, നിങ്ങൾക്കത് എടുത്താൽ മതി, എൻ്റെ സമ്മതം ആവശ്യമില്ല. അപ്പോൾ വാഹിബ് ഖബദ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ വാഹിബിൻ്റെ സമ്മതത്തോടു കൂടെ മറ്റൊരാൾക്ക് ഉദയിപ്പിക്കുക, അല്ലെങ്കിൽ ഖബദ് ചെയ്യാനുള്ള വക്കീലിൻ്റെ സമ്മതത്തോടു കൂടെ. എനിക്കൊരു വക്കീലുണ്ടെങ്കിൽ വഹത്താജ് ഇതിന് ഫീഹി, അവൻ്റെ സമ്മതം ആവശ്യമാണത്.
വൈകാരൻ മൗഹൂബ് ഫിയദിൽ മുത്തഹിബി, മൗഹൂബ് മുത്തഹിബിൻ്റെ കയ്യിലാണെങ്കിൽ പോലും വലാക്കിഫി മുന്നിൽ വധു പൈന മുത്തഹിബിൻ്റെ മുന്നിൽ വെച്ചാൽ മതിയാവില്ല. ഇല്ല ഇതിന് ബിഹി ഖബദിനുള്ള സമ്മതമില്ലാതെ. കാരണം എന്ന ഖബദഹു, ഈ മുത്തഹിബ് ഖബദ് ചെയ്യാൻ വയർ മുസ്തഹഖില്ലഹു, അവൻ അവകാശം ഇല്ലാത്തതാണല്ലോ. ഫഅ്തുബിറ തഹഖുഖു, അപ്പോൾ ആ സമ്മതം ഉണ്ടായി എന്നത് ഉറപ്പുവരുത്തൽ പരിഗണിക്കപ്പെട്ടു. ഖിലാഫിന് മബൈൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഹിബത്തായി നൽകിയ സാധനം നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഫലവു മാത്ത ഹദമ, രണ്ടിലൊരാൾ മരിച്ചാൽ ഖബദ് ചെയ്യുന്നതിന് മുമ്പും ചെയ്യിപ്പിക്കുന്നതിന് മുമ്പൊക്കെ മരിച്ചാൽ കാമ മക്കാബ ഹുവാര, അനന്തരവാസികൾ ആ സ്ഥാനത്ത് നിൽക്കും. ഫിൽ ഖബദി, ഏറ്റുവാങ്ങുന്നതിനും വലിയ ഖബാദി കൊടുക്കുന്നതിനും. ഇനി ഒരു തർക്കം. ഞാൻ നിങ്ങൾക്ക് തന്ന സാധനം എനിക്ക് തിരിച്ചു വാങ്ങണം തോന്നി നോട്ടിക്കോളൂ. ഞാൻ പറഞ്ഞു, നീ ഖബദ് ചെയ്യുന്നതിന് മുമ്പ് ഞാനത് തിരിച്ചെടുത്തിട്ടുണ്ട്, ഖബദിൽ നിന്ന് ഹിബത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെടുത്തു എന്ന് ഞാൻ സമ്മതം പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾ എടുത്തു. പിന്നെ ഞാൻ പറയുകയാണ്, അല്ലല്ല ഞാൻ അതിന് മുമ്പ് തന്നെ ആ സമ്മതം പിന്മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തരണം എന്നാണ്. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, ഇല്ലല്ല സമ്മതം തന്നു, ഞാൻ എടുത്തു, ഇനി നിങ്ങൾ പിന്മാറിയിട്ട് കാര്യമില്ല, നിങ്ങൾ നേരത്തെ പിന്മാറിയിട്ടില്ല എന്ന് മുത്തഹിബും പറഞ്ഞാൽ രണ്ട് അഭിപ്രായമുണ്ട് അവിടെ. വലോ ഖബദഹു, ഹിബത്ത് നൽകിയ സാധനം ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് വാഹിബ് പറഞ്ഞു, റജഅതു അനിൽ ദിനി, ഞാൻ സമ്മതത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ഖബലഹു ഖബദിന് മുമ്പ് തന്നെ. അപ്പോൾ മുത്തഹിബ് പറഞ്ഞില്ല അതിന് ശേഷമാണ് എന്ന്, അതെൻ്റെതാണ് എന്ന്. സുദ്ദിഖൽ വാഹിബ്, നൽകിയ ആളുടെ വാദമാണ് സ്വീകരിക്കപ്പെടുക. അലാമസ്തറയ്യു ലാക്കിൻ മൈരു ഷെയ്ഖിനായ തസ്ദീഖിന്, ഷെയ്ഖുനായുടെ തൂക്കം ഒരു അഭിപ്രായം മുത്തഹിബിൻ്റെ വാദം സ്വീകരിക്കണം എന്നുള്ളതാണ്. എന്നൽ അസ്ല അതും റുജൂ ഖബലഹു, അസ്ലെന്താണ്? അതിന് മുമ്പ് മടങ്ങാതിരിക്കലാണ്. ഓഹോ ഖരീബുൻ, അതാണ് ഒരു ശരിയോടടുത്ത അഭിപ്രായം. അപ്പോൾ മുത്തഹിബ് പറയുന്നതാണ് ശരി. ഇനി ഖബദ് കൊണ്ടുള്ള ഇഖ്റാറും മതിയാകും. ഇഖ്റാർ ഏറ്റുപറയൽ. ഉദാഹരണം, വഹബത്ത് കദാമിൻ ഫുലാനിൻ വഖബൽതഹു എന്ന് പറഞ്ഞു. വഹബത്ത കദാമിൻ ഫുലാനിൻ വഖബൽതഹു, നീ ഇത് ഇന്ന ആളിൽ നിന്ന് സ്വീകരിക്കുകയും, വഹബത്ത കദാമിൻ ഫുലാനി, ഇത് നീ ഇന്നാൾക്ക് കൊടുക്കുകയും, വഖബൽതഹു എന്നിട്ട് അയാൾക്ക് ഖബദ് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ, അയാൾ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ഒരാളോടൊരു സാധനം ചൂണ്ടി ചോദിച്ചു. അയാൾ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ അത് മതി, അതും ഖബദ് ചെയ്യിപ്പിക്കാനുള്ള സമ്മതമാണ്. നിങ്ങളെ മുന്നിലുള്ള കയ്യിലുള്ള ഒരു പേന, ആ പേന കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് നിങ്ങൾ മറ്റേ ആ അബ്ദുള്ളാക്ക് കൊടുത്തിട്ട് ഹിബത്ത് നൽകുകയും അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത സാധനമല്ലേ ചോദിച്ചു. ആണ് കാരണം അത് സമ്മതമാണ്. ഖബദ് കൊണ്ടുള്ള ഇഖ്റാർ മതിയാകും. കീലടഹു, ഒരാളോട് പറയാം വഹബത്ത എന്നാണ് ഇസ്തിഫാമിനകത്ത് കാണുന്നത്. ഇത് ഇന്നാക്ക് മിൻ ഫുലാനും ഇന്നിന് അർത്ഥമല്ല, ഫുലാനിൻ്റെ വ്യക്തിക്ക് നീ കൊടുത്തിട്ടുണ്ടോ, വാക്കബത്ത് അയാൾക്ക് ഖബദും ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു. എന്നാലും മതിയാകും. ഓക്കെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.